ദിലീപ് നായകനായി എത്തുന്ന ഭഭബ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസ് ചെയ്തു. 22 മണിക്കൂറുകൾ കഴിയുമ്പോൾ 3 മില്യന് മുകളിലുള്ള വ്യൂസാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അത് നല്ല ലെവലിലുള്ള ഒരു വ്യൂ എന്ന് തന്നെ പറയാം. ദിലീപിൻ്റെ സമീപകാലത്തുള്ള ചിത്രങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്നു അതിൻ്റെ വ്യൂ എന്ന് തന്നെ പറയാം. ഇതിനകത്തിൽ അവസാന മിനിറ്റുകളിൽ വരുന്ന മോഹൻലാൽ അത് തന്നെയാണ് ഏവരും ഹൈലൈറ്റായി പറയുന്നത്. ഈ ഒരു ട്രെയിലറിനെ കുറിച്ച് പറയുമ്പോൾ പലരും മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം സാധാരണ രീതിയിലുള്ളതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്. കട്ടിങ്ങൊന്നും അത്ര പെർഫെക്റ്റ് ആയില്ല എന്നറിയാം, നമുക്ക് പെട്ടെന്ന് വന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ. പക്ഷേ ഒരു കാര്യം, ഇതിലെ മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ താരങ്ങളെയും അണിനിരത്തുന്നു. ഒപ്പം ഒരു ഷൈലോക്ക് മോഡൽ ആണ് നമുക്ക് ഈ ഒരു ഫിലിമിനെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. അതായത് പല സിനിമകളുടെ റെഫറൻസും പല കഥാപാത്രങ്ങളുമൊക്കെ അണിനിരക്കുന്ന ഒരു കാര്യം എന്ന് തന്നെയാണ്. എന്തായാലും മോഹൻലാൽ വന്നപ്പോൾ ആ ഒരു കാര്യം ഒരു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യാൻ പോകുന്നതും ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു പ്രസൻസ് തന്നെയായിരിക്കും. മലയാളത്തിൻ്റെ ഏറ്റവും ക്രൗഡ് പുള്ളർ ആണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ ആ ഒരു സീനുകൾ തന്നെയാണ് ഈ ഒരു സിനിമയുടെ ട്രെയിലറിൻ്റെ പോലും ലിവറേജ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നു. അത്ര കത്തിക്കുകയാണ്. ഒരുപക്ഷേ മോഹൻലാൽ ഇല്ല ഈ ഒരു സിനിമയിലെങ്കിൽ ഇതിൻ്റെ ഒരു 30% പോലുമുള്ള ഒരു വ്യൂസോ അല്ലെങ്കിൽ ഒരു അടുപ്പമോ ജനങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് ഇതിനകത്തിൽ കാണാൻ കഴിയുന്നു. എന്ന് വെച്ച് ദിലീപിൻ്റെ ആ ഒരു ഗംഭീര പെർഫോമൻസും കാര്യങ്ങളുമൊക്കെ കാണാനും ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്ന എന്താ പറയുക, ഒരു പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ലാത്ത ഒരു സിനിമ അടിച്ച് പൊളിച്ച് കാണുക എന്നുള്ള ലോജിക്കുകളില്ലാത്ത ഒരു സിനിമ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. എന്താണേലും മലയാളികൾ കാത്തിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതലായി വരുന്നത് വേറെ ഒരു കാര്യം കൂടിയാണ്. എമ്പുരാൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. സിനിമയുടെ അല്ലെങ്കിൽ ഈ ഒരു ട്രെയിലറിൻ്റെ തുടക്കം തന്നെ അങ്ങനെ ഒരു പ്രശ്നം ആളുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും ഇത് ഒന്ന് പോസിറ്റീവ് അടിക്കുകയാണെങ്കിൽ എമ്പുരാൻ തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മിക്സഡ് അഭിപ്രായം പല രീതിയിൽ അല്ലെങ്കിൽ നെഗറ്റീവ് അഭിപ്രായം വന്ന് ആ ഒരു രീതിയിലുള്ള ഒരു ചിത്രത്തിൻ്റെ ഏത് റേഞ്ചിൽ പോയാലും ബബബ അതിൻ്റെ മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിക്കാം. ആദ്യ ദിനം തന്നെ ഈ ഒരു പക്ഷേ അതിൻ്റെ സർവ്വകാല റെക്കോർഡുകളും തകർക്കപ്പെടാൻ ചാൻസ് ഉള്ള ഒരു ചിത്രവുമാണ്. അതായത് UK മാത്രമാണ് സിനിമയുടെ ഇതുവരെയുള്ള ബുക്കിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബുക്കിംഗ് വന്നു. കേരള ബുക്കിംഗ് മിക്കവാറും തിങ്കളാഴ്ചത്തോടെ അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ആകും എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ദിലീപ് മീഡിയാസ്.